വലൈക്കും അസ്സലാം. അതിനെന്തമ്മ അമ്മക്ക് വിളിച്ചൂടെ? ഇല്ലമ്മ സുഖാണ്. ആ ഇമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ നേരത്തെ നീച്ചിക്കണ്. പിന്നല്ലാതെ തുണിയും കുപ്പായൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാരും ഉണ്ട്. വരണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ശരി ശരി. ശരിമ്മ. അല്ല പൂമോളെ, ഞാനത് ചോദിക്കാൻ വിട്ടടി. ആ ചുരിദാർ എനിക്ക് പറ്റിയില്ലേ? അതിന്റെ കളർ എങ്ങനെയുണ്ട്? 2-3 കടയിൽ കേറി ഇറങ്ങിക്കണടി അജാതി ഒരു മോഡല് കിട്ടാന്. ബാപ്പുട്ടിക്ക് അത് നല്ലോണം പറ്റിക്കണ്. പറഞ്ഞിട്ട് കാര്യല്ല, എല്ലാ പെൺകുട്ടികളും അജാതി ഒരു മോഡലാട്ടുന്നത്. തുണി ഇങ്ങട്ടെ കുനുകുനേന്നുള്ളൊരു തുണി ല്ലേ? റസിയാക്ക് ഒരു കൂട്ടം എടുത്തിക്കണ അങ്ങനത്തതേ. അനക്ക് പറ്റിയില്ലേ? ആ എനിക്കെല്ലാം ഇഷ്ടായിക്കണേമ്മ. എനിക്കെല്ലാം പറ്റിയേക്കണ്. പറ്റുവേ. അത്രയും നല്ലൊരു മോഡലാണത്. എന്തേന്താണ് മുഖത്തിനൊരു തെളിച്ചല്ലാത്തേ? ഒന്നുമില്ലമ്മ. അത് ഇമ്മാക്ക് ഇപ്പൊ വിളിച്ചേന്നു, അതാ. ഇങ്ങോട്ട് വാ, നാലിവിടക്ക് നോക്കിയാ. ഇതൊക്കെ നമ്മളെ കൂട്ടുടുംബാണ്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാലേ ഇമ്മൊക്കെ പറഞ്ഞേ ഈ ഒരു തിരക്കെടുക്ക അജ്ജട്ടെ എഴുതിയിട്ടാ. നോക്കിയാ, അത് നമ്മളെ എളാമാന്റെ പെരയാണ്. ഇപ്പാന്റെ കൂട്ടുടുംബത്തിലുള്ളതാണേ. അതിന്റെ ബാക്കത്തത് കുഞ്ഞാമ്മ, അതിന്റെ ബാക്കത്തത് ഓല എളാപ്പാന്റെ പേര, കുഞ്ഞാമ്മാന്റെ അൻസത്തിന്റെ പേര. ഇതൊക്കെ നമ്മളെ വേണ്ടിപ്പെട്ടവരാട്ടാ. ഇവിടുന്ന് ഒന്നിടന്ന് നിന്നിരിയാൻ നേരം വേണ്ടേ? ഉമ്മാക്ക് വിളിച്ച് പറഞ്ഞില്ലേ ജി ഉമ്മക്ക് പോണേ? അവിടെ പോയിങ്ങാണ്ട് പോന്നാലും ഇപ്പൊ ഒരു സമാധാനം. കാണോരും ഓരോരുത്തർ വിളിച്ചൊക്കെ ചോദ്യം തുടങ്ങിക്കണേ, വിരുന്ന് പോയില്ലേന്ന്. വിളിച്ചാണെങ്കിൽ ഇപ്പൊ എല്ലാരും വിളിച്ചു കൂട്ടി കൊണ്ടോണം. അതൊന്നും ഇപ്പൊ നമ്മക്ക് കിടക്കൂല. നമുക്ക് തൽക്കാലം നമുക്ക് 4 ആൾക്കും കൂടി പോയിങ്ങാണ്ട് പോരാ. അതാപ്പൊ നല്ലത്. ഓർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളടക്കി ചെന്നു എന്നുള്ളതും വേണ്ട. അല്ലപ്പൊ നല്ലത്. എന്തത്ര ആലോചിക്കണത്? നമ്മളെ വീടും പേരെയും ഉമ്മാനെ നഷ്ടപ്പെട്ടിട്ടില്ലേ? അതൊന്നല്ലേ മാ. എന്താണ് ഇന്നലെ തൊട്ടേ ഇമ്മ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വന്നപ്പോ തൊട്ടേ മുഖം എങ്ങനെയാണ്. ഇന്നലെ പിന്നെ പുതുക്കാണ് എന്ന് വിചാരിക്കാം. ഇന്നിപ്പോ ഇത്രയും നേരമായിട്ട് മുഖത്തൊന്നൊരു തെളിച്ചല്ല. ബാപ്പുട്ടിയായിട്ട് ചെറിയ കളിയും മുണ്ടാട്ടോ ഒരടുപ്പൊന്നും കാണില്ല.
പൂമോളെ ഇഷ്ടപ്രകാരമല്ലേ കല്യാണം ഉണ്ടായിക്കണത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒരു പ്രശ്നമല്ലമ്മ, കുഴപ്പമൊന്നുമില്ല. എന്തുണ്ടെങ്കിലും ഉമ്മാനോട് പറയാട്ടോ. ഇമ്മാന്റെ പോലെ തന്നെ സ്വന്തം ഇമ്മായിട്ട് തന്നെയാണ് കാണേണ്ടത് കേട്ടോ. എൻ്റെ ഇമ്മാന്റെ കൊഞ്ചിക്കുട്ടിയല്ലേ പൂമോള്. എൻ്റെ ഇമ്മേജും അവിടെ ഇങ്ങനെ കഴിഞ്ഞതല്ലേ. അപ്പൊ ഇമ്മാനിട്ട് പോന്നതിന്റെ സങ്കടമാണ് അല്ലേ. ഇമ്മാനൊന്നോട് പോയി കണ്ടാ തീരുന്ന പ്രശ്നമുള്ളൂ. ഇവിടെ അടുത്ത് തന്നെയല്ലേ, എപ്പ കാണാൻ തോന്നിയാലും പൂമോക്ക് ഇമ്മാനെ പോയി കാണാ, ഇമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവരാ. അതിനൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ല. മാറിയില്ലേ? ഇമ്മാന്റെ മനസ്സിന് ഇപ്പോഴാ സത്യം പറഞ്ഞൊരു സമാധാനമായത്. വാപ്പുട്ടിയേ, ആരപ്പത് അമ്മായിയോ? നല്ല ആൾക്കാരാട്ടങ്ങള്. ഇജട് പെണ്ണ് കെട്ടിയപ്പോത്തിന് ഞങ്ങളെക്കട് മറന്നൂലേ. അല്ലടാ, സത്യപ്പ നിങ്ങൾ ഇന്നലെ കാട്ടിക്കണേ. 10 മണി ആകുമ്പത്തിന് വടക്കും തിരിച്ചൊക്കെ കെടുത്തിട്ട് കടന്നുറങ്ങി. ഇഞ്ച കുഞ്ഞാൻ വന്നപ്പോളേ പുതിയപ്പളേനും കാണാൻ പോകല്ലേ മാറിഞ്ഞു. ഓ, ഇവിടെ നോക്കുമ്പോ ഒരു വട്ടമല്ല വെളിച്ചമല്ല. കുഞ്ഞോളാണെങ്കില് കുഞ്ഞോൻ വന്നിട്ട് ഒപ്പം പോരാന്നും പറഞ്ഞു നിന്നു. എന്നിട്ട് അടുത്തെന്റെ പുതിയണ്ണ് ഇങ്ങോട്ട് വിളിച്ചാ പുറത്തേക്ക്. അങ്ങോട്ട് കേറിക്കോളി അമ്മായിയെ, ഓലക്കട ഔത്തുണ്ട്, ഭയങ്കര വെയിലല്ലേ. ഞാൻ കേറണൊന്നുമില്ല, ഇങ്ങോട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കാണ് ഇയാളെ. ഇന്നത്തെ ദിവസം ഇപ്പൊ ഞാൻ കണക്കാവും. ആരത്? എന്തെങ്കിലും അവിടെ തന്നെ നിക്കണത്? ഇങ്ങോട്ട് പോരി. ഇമ്മ, സൈനമ്മായി വന്നിക്കണേ. എടുത്തു. എൻ്റെ അമ്മയെ, നിങ്ങളൊന്ന് കാണാൻ കരുതി നിക്കന്നേന്. അങ്ങോട്ടൊന്ന് വരാൻ കൂടിയില്ലേ. ഇവിടുത്തെ തിരക്ക് ഇപ്പൊ പറഞ്ഞറിയിക്കണ്ടല്ലോ. പൂമോളെ പേരേക്കേ ഒരു വിരുന്നുണ്ട്. ഇപ്പൊ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. കല്യാണം കഴിഞ്ഞാൽ പിറ്റേതൊരു പോക്ക് അത് നിർബന്ധ. അപ്പൊ ഞങ്ങള് തൽക്കാലേ അവിടെ പോയി എത്തേന്ന്. ഓല അവസ്ഥ ഇപ്പൊ നമുക്ക് അറിയുന്നതല്ലേ. വിളിക്കാനും പറയാനും നിന്നാ നമ്മളെ കൂട്ടുകുടുംബം ഇത്തിരി ഉണ്ടേ, ആരാരും നമുക്ക് ഒഴിവാക്കാൻ കഴിയൂലല്ലോ. അപ്പൊ ഞങ്ങളവിടെ പോയി എരട്ടെ ട്ടോ. അതന്നെ, അത്ര മതി. നിങ്ങക്ക് ഇപ്പൊ ഈ പോക്ക് കൂടാതെ അജൂലല്ലോ. ഇതിപ്പോ എന്നാ പോക്കിന് പോക്കുമായി. അതേതായാലും നന്നായിക്കണേ. ഏതായാലേ ബാപ്പുട്ടീന്റെ മുഖത്തൊരു വെട്ടവും പൊളിച്ചൊക്കെ വന്നിക്കണേ. എന്തെങ്കിലൊക്കെ ഒന്ന് ഉസാറാകട്ടെ അല്ലേ. ആദ്യത്തോട് വന്ന് കയറിയൽക്കൊന്നല്ല, പെരക്കനൊരു ഐശ്വര്യം വന്നിക്കണേ. പൂമോളെ, നോക്ക് ആരാ വന്നിക്കണെന്ന്. നമ്മളെ അമ്മായിയാണേ. ഞാൻ നേരത്തെ പറഞ്ഞു തന്നില്ലേ, നമ്മളെ ബാക്കിക്കാരാണേ. ആ വെള്ള പെയിന്റ് അടിച്ച പെരേക്കണ് കുഞ്ഞാമ്മ അറിഞ്ഞില്ലേ, ഓലെ പെരേന്റെ ബാക്കത്തെ ആ കാണണേ. ഇമ്മയിലൊക്കെ കൊണ്ടുപോയി കാട്ടി തരണ്ടിട്ടാ. അമ്മയ്യേ, പൂമോട് വർത്താനം പറഞ്ഞോളിന്നാല്. അപ്പൊ ഞങ്ങളൊക്കെ അറിയല്ലേ. അന്റെ പുതിയാപ്പിളേന്റെ ബാപ്പാന്റെ അമ്മായിയാണ് വകേലെ. പറഞ്ഞു വന്നാല് ഇവിടുത്തെ മൂത്ത കാരണോത്തി. ഇവിടുന്ന് നോക്കിയ കാണുന്ന പെരന്നെ. അങ്ങോട്ടവിടെ ഇറങ്ങണമെന്നുണ്ടെങ്കിലേ ഒരു തോണയൊന്നും വേണ്ട, അങ്ങോട്ട് വന്നാ മതി. ഒരു വീഡിയോ വിളിച്ച അങ്ങോട്ട് കേക്കും. എപ്പ വേണമെങ്കിലും വരാ പോകാം. അങ്ങനെ തന്നെ ട്ടാ. അവിടെ പെരയിൽ ഇഷ്ടം പോലെ ആളുണ്ട്, മക്കളും മരക്കളും. ഒരു പെര നിറച്ച ആൾക്കാരാണ്. അന്നെ കാണാനേ ഒക്കെപ്പോഴും വരും. എന്റെ വിരുന്നും കൂട്ടൊക്കെ എടുക്ക അജ്ജട്ടേന്ന് എഴുതിയിട്ടാ. ഇന്നെ അമ്മായിയേന്ന് വിളിച്ചാ മതി. എനിക്കുണ്ട് അവിടെ ഒരു അമ്മായി, ഇപ്പാന്റെ പെങ്ങള് ആമിനമ്മായി. ഈ അമ്മായിന്റെ പോലെ തന്നെ ഒരുപാട് വർത്താനം പറയും. അല്ല, ഇപ്പാന്റെ പെങ്ങള് എന്ന് പറഞ്ഞപ്പോളാ
ഇപ്പാൻ്റെ ഒരു വർത്താനം അല്ല ലൊട്ടിയെ. ഇപ്പ ഇട്ടെറിഞ്ഞു പോയതാ അതോ? അല്ലേ, ഒന്നും ഉണ്ടായിട്ട് ചോദിച്ചല്ല കേട്ടോ. ആരും വിട്ടാണ് പറയണില്ലേ, അതുകൊണ്ട് ചോദിച്ചാട്ടാ. അതാർക്കും അറിയൂല അമ്മായിയെ. പൂമോള് പിന്നെ അന്ന് കുട്ടിയല്ലേന്നോ. അല്ല, വന്നിട്ട് ഇപ്പൊ കൊറേ നേരമായില്ലേ പൂമോളെ. പൂമോള് ഇപ്പൊ ആദ്യായിട്ടല്ലേ. അമ്മായിക്ക് ക്ലാസ് ചായ കൊടുക്ക്. പൂമോളെ കജ്ജോണ്ടന്നെ ആയിക്കോട്ടെ ആദ്യത്തെ ചായ അല്ലേ അമ്മായിയെ. ചെല്ല് ചായ കൊണ്ട്. വേണ്ടട്ടാ, ചായയും വെള്ളമൊന്നും ഇപ്പൊ വേണ്ട. നിങ്ങളിപ്പൊ പോയി അരി വന്നിട്ടേ ചായയും വെള്ളം എന്താ വേണ്ട നമുക്ക് കൊടുക്കാം. ഞാൻ കുട്ടികളെയും മക്കളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ പോകാൻ നോക്കിട്ടാ. പൂമോളെ എന്നാ ശരിട്ടാ, അമ്മായി പിന്നെ വരാം. ബാപ്പുട്ടിയെ, എടാ നേരെ ഉച്ചയായി. പൂമോളെ മാറ്റിക്കോ. മദ്യടാ അത് തേച്ച് മിനിക്ക് നിന്നത്. ഇങ്ങോട്ട് വാ. വേഗം ഒരുങ്ങാൻ നോക്കിക്കോ. ഇമ്മാൻ്റെ അടുത്തേക്ക് പോവാനുള്ളതല്ലേ.